We start another theorem, theorem 15. Consider a rectified path f defined on AB. If x element left open AB, let Sx equal to arc length of f on Ax. And also we assume let SO A equal to 0. That is given, they are given. Sx is given and SA is given. Then first result is the function S is so defined is increasing and continuous on AB. And second is if there is no subinterval of AB on which f is constant, then S is strictly increasing on AB. അപ്പോൾ ഇവിടെ ടോട്ടൽ വേരിയേഷനിൽ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ അവിടെ വി എക്സ് ഡിഫൈൻ ചെയ്ത പോലെ തന്നെ എസ് എക്സ് ഡിഫൈൻ ചെയ്യുന്നു. എക്സ് എക്സ് എന്ന് പറയുന്നത് എ എക്സ് എന്ന എ മുതൽ എക്സ് ഏത് നമ്പറും ആകാം. എവിടം വരെ എക്സിൽ വരെ എവിടം വരെ ആകാം? എ ആകില്ല, എന്നാൽ ബി വരെ ആകാം. ആ എ എക്സ് വരെയുള്ള ഈ ഓപ്പൺ ആ ഇൻ്റർവെല്ലിൽ ഫങ്ഷൻ്റെ ഗ്രാഫ് ഉണ്ടല്ലോ, പാത്ത് ഉണ്ടല്ലോ, ആ പാത്തിൻ്റെ ലെങ്തിനെയാണ് എസ് എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എസ് എക്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ റോസ് നിറത്തിൽ മാർക്ക് ചെയ്ത ലെങ്തിനെയാണ് എസ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് എ എക്സിൽ. ആൻഡ് എസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ഇന്ന് എയിലേക്ക് തന്നെയാണ്. എ ഇന്ന് എയിലേക്ക് തന്നെയാകുമ്പോൾ അവിടെ ആർക്ക് ലെങ്ത് 0 ആണെന്ന് തന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് എസ് കണ്ടിന്യൂസ് അല്ല, എസ് ഇൻക്രീസിങ് ആണെന്ന് പറയണം. അതിനുവേണ്ടി നമ്മൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ വൈ എടുക്കുന്നു. ദെൻ എസ് വൈ മൈനസ് എസ് എക്സ് കണ്ടുപിടിക്കുന്നു. എസ് വൈ എന്ന് വെച്ചാൽ ഡെഫിനിഷൻ ആർക്ക് ലെങ്ത് ഓഫ് എഫ് ഓൺ എ വൈ. എസ് എക്സ് എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ഓഫ് എഫ് ഓൺ എ എക്സ്. വൈ ആണ് ഇവിടെ കൂടുതൽ. ഇപ്പോൾ ആ എ മുതൽ വൈ വരെയുള്ള ആർക്ക്, ആ ലെങ്തിൽ നിന്ന് എ മുതൽ എക്സ് വരെയുള്ള ആർക്ക് ലെങ്ത് മൈനസ് ചെയ്യുന്നു. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എ മുതൽ എക്സ് വരെ ഞാൻ ഈ ബ്ലാക്കിൽ കാണിച്ചു. ദെൻ എക്സ് മുതൽ വൈ വരെ, എ മുതൽ വൈ വരെയുള്ളത് ബ്ലാക്ക് പ്ലസ് ആ റോസ് കളർ ആർക്ക് ലെങ്ത്. അപ്പോൾ അത് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് റോസ് കളർ എക്സ് മുതൽ വൈ വരെയുള്ള ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ഓഫ് ലാംഡ, ആർക്ക് ലെങ്ത് ഓഫ് എഫ് ഓൺ എക്സ് വൈ ആണ്. എപ്പോഴും ആർക്ക് ലെങ്ത് പോസിറ്റീവായിരിക്കും, അല്ലെങ്കിൽ 0 ആകാം, ചാൻസ് ഉണ്ട്. അപ്പോൾ ദീസ് വാല്യൂ ഈസ് ക്ലിയർലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെർഫോർ എസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് എക്സ്. എസ് വൈ മൈനസ് എക്സ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, then implies sy greater than or equal to sx. That means x less than y implies sx less than or equal to sy. Therefore s is an increasing function. Okay. Then if there is no subinterval of AB on which f is constant, then s is strictly increasing on AB. Okay. And for we assume Sx equal to Sy. Sx is Sy means Sy minus Sx equal to 0. Therefore arc length of, by previous step, arc length of f on xy is equal to 0. And by previous theorem, Vk of xy is less than or equal to lambda of f on xy by theorem 13.
And this value arc length is we proved that as 0. Therefore vkxy is a positive length, positive variation. Therefore and which is less than or equal to 0 implies vkxy equal to 0. Total variation is equal to 0 implies fk is constant. fk is constant for every k. fk എന്ന കമ്പോണൻറ്റ് കോൺസ്റ്റൻ്റ് ആണ് അങ്ങനെ എല്ലാ കെയ്ക്കും. Therefore f is a constant function. അപ്പോൾ എസ് എക്സ് ഈക്വൽ എസ് വൈ ആണെങ്കിൽ എഫ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. Then by contrapositive method, if f is not constant, then sy minus sx is greater than 0. sy minus xx ആർക്ക് ലെങ്ത് ആണ്, അത് നെഗറ്റീവ് വരില്ല. അതുകൊണ്ട് sy minus xx is not equal to 0. If f is not constant, by contrapositive method, direct method means sy minus xx greater than 0, then f is constant. That is, if f is not constant, then sy minus xx not equal to 0, just opposite. Not equal to 0 implies sy minus xx is clearly greater than 0. Not equal to 0 means നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. 0 അല്ലെങ്കിൽ പിന്നെ നെഗറ്റീവ് ആകണം, പോസിറ്റീവ് ആകണം. ഈ ഡെഫിനിഷൻ പ്രകാരം ആർക്ക് ലെങ്ത് എന്തുമില്ല, നെഗറ്റീവ് വരില്ല, അപ്പോൾ പിന്നെ പോസിറ്റീവ് ആവും. That is, f is not constant, then sy minus xx greater than 0. That is, sy minus xx, sy is greater than sx. Therefore s is strictly increasing. Okay, and last we prove that s is continuous on AB. For that we use the result sy minus sx. നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് വാല്യൂ ഈസ് ലാംഡ എഫ് എക്സ് വൈ, and by previous theorem 13, which is less than or equal to summation vkxy, and we let y tends to x from right. Y tends to x from right, then each time vkxy, that is y equal to x, then this is x vkxx. vkxx നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്, രണ്ടും ഒരേ നമ്പർ തന്നെയാണ്. അപ്പോൾ അവിടെ വേരിയേഷൻ രണ്ടും ഒരേ ആൾ തന്നെയായതുകൊണ്ട് വേരിയേഷൻ 0 ആണ്. അപ്പോൾ vkxy ഈക്വൽ ടു 0. y എക്സിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു ഫ്രം റൈറ്റ് ലിമിറ്റ്. അപ്പോൾ vk of xy tends to 0. That is, sy minus sx is less than or equal to summation of vkxy, and each vkxy tends to 0. That means sx plus minus sx is equal to 0. Therefore sx plus is equal to sx. It's a right limit equal ആവും. y എക്സിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു ഫ്രം റൈറ്റിൽ നിന്ന്. y റൈറ്റിൽ നിൽക്കുന്നു, ഇവിടുന്ന് അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആകും. ആൻഡ് sy minus 0 less than or equal to sy minus sx less than or equal to 0. Therefore this become a 0. ഇത് 0 ആകുന്ന എപ്പോഴാണ് y എക്സിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു റൈറ്റിൽ നിന്ന്. ദാറ്റ് നെയിംഡ് ആസ് എസ് ഓഫ് എക്സ് പ്ലസ്. ദാറ്റ് ഈസ് എസ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു എസ് എക്സ്. സിമിലർലി പ്രൂവ് ദാറ്റ് എസ് എക്സ് മൈനസ് ഈക്വൽ ടു എസ് എക്സ്. Therefore right limit equal to left limit equal to at ആ പോയിന്റ്. ലെഫ്റ്റ് ഈക്വൾ റൈറ്റ് ഈക്വൾ ടു at, therefore this is continuous. Okay.